നമസ്തേ, ബേബി മാസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഗുരുവായൂർ അമ്പലത്തിലൊന്ന് തൊഴുക നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു മോഹമാണ് അല്ലേ? അപ്പോൾ അവിടുത്തെ പൂജകളെ പറ്റി എല്ലാം അറിഞ്ഞുകൊണ്ട് തൊഴാൻ പോയാൽ വളരെ നന്നായിരിക്കും. ഗുരുവായൂർ അമ്പലത്തിൽ സാധാരണ ഒരു ദിവസം നടക്കുന്ന പൂജകളെ പറ്റി നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് മനസ്സിലാക്കാം. ഗുരുവായൂർ അമ്പലത്തിൽ എല്ലാ ദിവസവും 5 പൂജകളും 3 ശിവേലിയും നടക്കുന്നുണ്ട്. അമ്പലത്തിൽ നട തുറക്കുന്നത് പുലർച്ചെ 3 മണിക്കാണ്. ആ സമയത്ത് ഹരിനാമ കീർത്തനവും ജ്ഞാനപ്പാനയും പാടി ശംഖ് വിളിച്ച് തകിലും നാദസ്വരവും കൊട്ടി ഭഗവാനെ പള്ളി ഉണർത്തുന്നു. തലേന്ന് ചാർത്തിയ അലങ്കാരങ്ങളോടെ വിളങ്ങുന്ന ഭഗവാന്റെ വിഗ്രഹം കണ്ട് ഭക്തർ സായൂജ്യമടയുന്നു. ഈ ദർശനത്തിന് നിർമാല്യ ദർശനം എന്നാണ് പറയുന്നത്. ഇത് കഴിഞ്ഞാൽ വാകച്ചാർത്തായി. ഭഗവാന്റെ വിഗ്രഹത്തിൽ എണ്ണ കൊണ്ട് അഭിഷേകം നടത്തുന്നു. തുടർന്ന് എണ്ണയുടെ അംശം മുഴുവനും തുടച്ചു മാറ്റിയ ശേഷം ബിംബത്തിന്മേൽ നെന്മേനി വാകയുടെ പൊടി തൂവുന്നു. ഇതാണ് വാകച്ചാർത്ത്. വാകച്ചാർത്തിന് ശേഷം ശംഖാഭിഷേകവും തുടർന്ന് സുവർണ കലശത്തിലെ ജലാഭിഷേകവും നടക്കുന്നു. അഭിഷേകം എന്നാൽ ഭഗവാന്റെ പള്ളി നീരാട്ട് തന്നെയാണ്. പിന്നെ മലർ നിവേദ്യം. മലർ, ശർക്കര, കദളിപ്പഴം എന്നിവയാണ് ഇതിനുള്ള നിവേദ്യങ്ങൾ. മലർ നിവേദ്യം കഴിഞ്ഞാൽ ഉഷപൂജയായി. ഇതിനു മുമ്പ് അടച്ചുപൂജയുണ്ട്. ധാരാളം ശർക്കര ചേർത്ത നെയ്പായസം, വെണ്ണ, കദളിപ്പഴം, പഞ്ചസാര, വെള്ള നിവേദ്യം എന്നിവയാണ് ഉഷപൂജയുടെ പ്രസാദങ്ങൾ. ഈ സമയമാകുമ്പോഴേക്കും സൂര്യോദയമായിട്ടുണ്ടാകും. അപ്പോൾ നടത്തുന്ന പൂജയ്ക്ക് എതിർത്ത പൂജ എന്നാണ് പറയുന്നത്. ഉദയസൂര്യന് അഭിമുഖമായി നിൽക്കുന്ന ഭഗവാന്റെ വിഗ്രഹത്തിൽ ചെയ്യുന്ന പൂജയായതിനാലാണ് ഈ പൂജയ്ക്ക് എതിർത്ത പൂജ എന്ന പേര് വന്നത്. ഈ പൂജയുടെ സമയത്ത് തിടപ്പള്ളിയിൽ ഗണപതി ഹോമം നടക്കുന്നുണ്ടാവും. ഗണപതി ഹോമത്തിലെ അഗ്നികുണ്ഡത്തിൽ നിന്നും എടുത്ത അഗ്നി കൊണ്ടായിരുന്നു പണ്ട് തിടപ്പള്ളിയിൽ തീ പിടിപ്പിച്ചിരുന്നത്. ഈ സമയത്ത് തന്നെ ക്ഷേത്രത്തിലെ ഉപദേവന്മാർക്കും കീഴ്ശാന്തിമാർ പൂജ നടത്തുന്നു. അകത്ത് ഗണപതി, പുറത്ത് പ്രദക്ഷിണ വഴിയിൽ അയ്യപ്പൻ, വടക്ക് കിഴക്ക് ഭാഗത്ത് ഇടത്തരികത്ത് കാവിൽ ഭഗവതി എന്നിവരാണ് ഉപദേവതകൾ. ഗണപതിക്കും അയ്യപ്പനും വെള്ള നിവേദ്യമാണ്. കദളിപ്പഴം, പഞ്ചസാര, ത്രിമധുരം എന്നിവ പൊതുവെ എല്ലാ ഉപദേവന്മാർക്കും നിവേദിക്കാറുണ്ട്. ഇത് കഴിഞ്ഞ് ശീവേലി തുടങ്ങുകയായി. ഭൂതഗണങ്ങൾക്ക് നിവേദ്യം നൽകലാണ് ശ്രീബലി അഥവാ ശീവേലി. ഭഗവാന്റെ ദ്വാരപാലകന്മാരും ഭൂതഗണങ്ങളും ഈ സമയത്ത് തങ്ങൾക്കുള്ള നിവേദ്യം സ്വീകരിക്കുന്നു എന്നാണ് വിശ്വാസം. ഇത് കാണാൻ ഭഗവാൻ എഴുന്നള്ളുമത്രേ. ജലം, ചന്ദനം, പുഷ്പങ്ങൾ ഇവയെടുത്ത് മേൽശാന്തിയും നിവേദ്യവുമായി കീഴ്ശാന്തിയും നടക്കുന്നു. ഭൂതഗണങ്ങളെ പ്രതിനിധീകരിക്കുന്ന ബലിക്കല്ലുകളിന്മേലാണ് ബലി തൂവുക. ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിന് വെളിയിലെത്തുമ്പോൾ ഭഗവാന്റെ തിടമ്പുമായി കീഴ്ശാന്തി ആനപ്പുറത്ത് കയറുന്നു. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ ശ്രീബലിയുടെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് ഭഗവാൻ പ്രദക്ഷിണമായി നീങ്ങുന്നു. 3 പ്രദക്ഷിണ ശേഷം ഉത്സവ വിഗ്രഹവുമായി കീഴ്ശാന്തി ശ്രീലകത്തേക്ക് പോകുന്നു. അടുത്തത് നവകാഭിഷേകം. ശീവേലിക്ക് ശേഷം രുദ്രതീർത്ഥത്തിൽ നിന്നും എടുക്കുന്ന ജലം കൊണ്ടാണ് ആദ്യത്തെ അഭിഷേകം. തുടർന്ന് ഇളനീരും പശുവിൻ പാലും കൊണ്ട് വിഗ്രഹത്തിന്മേൽ അഭിഷേകം ചെയ്യുന്നു. പിന്നീട് 9 വെള്ളിക്കലശങ്ങളിൽ തീർത്ഥജലം നിറച്ച് മന്ത്രപൂർവ്വം അഭിഷേകം ചെയ്യുന്നു. ഇതിനെയാണ് നവകാഭിഷേകം എന്ന് പറയുന്നത്. 8 മണിക്ക് ശേഷം 9 മണിക്കിടയിൽ പന്തീരടി പൂജ നടക്കുന്നു. നിഴലിന് 12 അടി നീളമുണ്ടാകുന്ന സമയത്തെയാണ് പന്തീരടി എന്ന് പറയുന്നത്. കാലത്ത് 8 മണിക്കും 9 മണിക്കും ഇടയിലാണ് ഇങ്ങനെ ഉണ്ടാവുക. ഈ സമയത്ത് നടത്തുന്ന പൂജയായതിനാലാണ് ഇതിനെ പന്തീരടി പൂജ എന്ന് പറയുന്നത്. അടുത്തതായി ഉച്ചപൂജയാണ്. ഇത് നടയടച്ചുള്ള പൂജയാണ്. ഈ പൂജയുടെ സമയത്ത് ഇടയ്ക്ക കൊട്ടി അഷ്ടപതി ആലപിക്കുന്നു. ഇടിച്ചു പിഴിഞ്ഞ പായസമാണ് നിവേദ്യം. ഉച്ചപൂജയ്ക്ക് ശേഷം നട അടച്ചാൽ വൈകുന്നേരം 4:30 മണിക്ക് മാത്രമേ നട തുറക്കുകയുള്ളൂ.
നട തുറന്നാൽ അധികം വൈകാതെ ഉച്ചശിവേലിക്കുള്ള സമയമായി. 3 പ്രദക്ഷിണമാണ് ഇതിന്. കാഴ്ചയ്ക്ക് മനോഹരമായതിനാൽ ഇതിനെ കാഴ്ചശിവേലി എന്നും വിളിക്കാറുണ്ട്. വൈകിട്ട് ദീപാരാധന. ഇതിന് നാലമ്പലത്തിനുള്ളിലും പുറത്തുമുള്ള വിളക്കുകളും ദീപസ്തംഭങ്ങളും കത്തിക്കുന്നു. വെള്ളി വിളക്കുകൾ തെളിയിച്ചുകൊണ്ട് മേൽശാന്തി നട തുറക്കുന്നു. ദീപങ്ങളെക്കൊണ്ടും കർപ്പൂര ദീപങ്ങളെക്കൊണ്ടും ഭഗവാനെ ഒഴിഞ്ഞുകൊണ്ടാണ് ദീപാരാധന നടത്തുന്നത്. ദീപാരാധനയ്ക്ക് ശേഷം 1.5 മണിക്കൂർ കഴിഞ്ഞാൽ അത്താഴപൂജ. ഈ പൂജയ്ക്കുള്ള പ്രധാന നിവേദ്യങ്ങൾ ഉണ്ണിയപ്പം, ഇലയട, വെറ്റില, അടയ്ക്ക, പാലട പ്രഥമൻ, പാൽപ്പായസം എന്നിവയാണ്. നിവേദ്യം കഴിഞ്ഞ് ഉത്സവ വിഗ്രഹവുമായി രാത്രി ശിവേലി ആരംഭിക്കുന്നു. രാത്രി ശിവേലിക്കും 3 പ്രദക്ഷിണമാണ് പതിവ്. ഇത് കഴിഞ്ഞ് തൃപ്പുക എന്ന ചടങ്ങുണ്ട്. ചന്ദനം, അഗരു, ഗുൽഗുലു തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ പൊടിച്ചുള്ള അഷ്ടഗന്ധ ചൂർണമാണ് തൃപ്പുകയ്ക്ക് ഉപയോഗിക്കുന്നത്. തൃപ്പുക കഴിഞ്ഞാൽ അന്നത്തെ വരവ് ചെലവ് കണക്കുകൾ എഴുതിയ ഓല വായിച്ചതിന് ശേഷം തൃപ്പടിമേൽ സമർപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഇത്രയുമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു ദിവസത്തെ പൂജകൾ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു. നന്ദി.